വളരെ പ്രയാസകരമായ കാര്യത്തിലാണ് ഇന്ന് മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. അങ്ങനത്തെ കാര്യം ഇന്ന് വരാൻ പാടില്ല. പക്ഷെ ഒന്നുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ മിണ്ടാത്ത? റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, മിണ്ടാൻ പാടില്ല. വളരെ കുടുംബം പറയാണ്. അത് അവരെ ബഹുമാനിച്ചുകൊണ്ട് അതും അവർ മനസ്സിലാക്കണം. അതവരെ വല്യപ്പാൻ്റെ മാത്രമാണ്, അവരെ മാത്രമല്ല, അവരെ വല്യപ്പാൻ്റെ മാത്രമാണ്. അതൊക്കെ വളരെ ചിന്തിക്കണം. വളരെ അതൊക്കെ കാണുമ്പോൾ മുഅ്മിനീങ്ങൾക്കുള്ള പ്രയാസം വളരെ വലുതാണ്. അവർ വഹാബികളുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ പാടില്ല. വഹാബികൾ ആരാണ്? അവർ അഹ്ലു ബൈത്തിനെ വെട്ടിക്കൊന്ന് നേതാക്കന്മാരായവരാണ്. എത്ര അഹ്ലു ബൈത്തിനെയാണ് അവർ കൊന്നത് എന്നതിന് കണക്കില്ല. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله 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 ومزاجه من تسنيم. തസ്നീം പുഴ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ പുഴയാണ്. ومزاجه من تسنيم ومزاجه من تسنيم. ആയത്ത് നിർത്താൻ അവസാനത്തെ ജുസയിലാണ്. يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم. അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നറിയാം. ഇപ്പോൾ നമ്മൾ സുന്നികൾ തന്നെ ജനങ്ങൾ അംഗീകരിക്കണത് പറഞ്ഞാൽ മതി എന്നുള്ള വീക്ഷണക്കാരാണ്. ജനങ്ങൾ അംഗീകരിക്കുന്നത് പറഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞാൽ ജനങ്ങൾ നബിനെ തന്നെ അംഗീകരിക്കില്ല. അപ്പം പിന്നെ നമ്മൾ ആരെ പറയാൻ പറ്റൂല? നബിനെ പറയാൻ പറ്റൂല. പിന്നെ അള്ളാഹിനെ അംഗീകരിക്കൂല. അപ്പോൾ അള്ളാഹിനെ പറയാൻ പറ്റൂല. ജനങ്ങൾക്കനുസരിച്ച് പറയണമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ജനങ്ങൾ ഇനി നബിനെ എൻ്റെ മഹ്സത്തുകളൊന്നും അംഗീകരിക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ പറഞ്ഞൊന്നും അംഗീകരിച്ചോളുന്നില്ല. അംഗീകരിക്കാത്തവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സും അല്ല ഇത്, അംഗീകരിക്കണവർക്കുള്ള ക്ലാസ്സാണ്. ഞാനത് അംഗീകരിക്കും, എനിക്കതൊക്കെ ഉറപ്പാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ ഊട്ടേ അല്ല അവരുടെ ഇന്ന് ഊട്ടത് വേറെ. മിസാജുഹു മിൻ തസ്നീം. ومزاجه من تسنيم كلا إن كتاب الأبرار لفي علين وما أدراك ما عليون كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم. യുസ്കൗന, ഈ സ്വർഗവാസികൾക്ക് കുടിപ്പിക്കപ്പെടും. എവിടുന്നാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുക? മിർ റഹീഖിൻ മഖ്തൂം, സീലടിച്ചു കൊണ്ടുവരുന്ന ശുദ്ധമായ മദ്യത്തിൽ നിന്നും. അതായത് സീലടിച്ചു കൊണ്ടുവരും. ഖിതാമുഹു മിസ്ക്, അതിന്റെ സീല് തന്നെയും കസ്തൂരിയായിരിക്കും. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അത് ലഭിക്കണമെന്നുള്ളവർ അധ്വാനിച്ചു കൊള്ളട്ടെ. ആ റഹീഖ് മഖ്തൂം എന്ന കള്ളിൽ കൂട്ടുന്ന വെള്ളം മിൻ തസ്നീം, തസ്നീം പുഴയിൽ നിന്നാണ്. وفي عين يشرب بها المقربون. തസ്നീം പുഴ എന്നാൽ ഐനൻ, അതൊരു സരസാണ്, ഒരു അരുവിയാണ്, അല്ലെങ്കിൽ ഒരു തടാകമാണ്, അതൊരു ഉറവയാണ്. യശ്റബു ബിഹൽ മുഖറബൂൻ, മുഖറബീങ്ങൾ സദാ ആ വെള്ളത്തിൽ നിന്നാണ് കുടിക്കുക. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ.
ചിന്തിക്കും. നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. അള്ളാഹു പറഞ്ഞല്ല അതൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അവർ നമ്മളെക്കാൾ കണ്ട് കിതാബുകൾ കണ്ടിട്ടുണ്ടാവും, വിവരങ്ങൾക്ക് ശേഖരിച്ചിട്ടുണ്ടാവും. ഏതായാലും അങ്ങനെയുണ്ട്. വേറെ മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സീലാണ്, എല്ലാത്തിൻ്റെയും ഖത്മാണ്, എല്ലാത്തിൻ്റെയും സീലാണ്. അവ്വലും നബിയാണ്, ആഖിറും നബിയാണ്, എല്ലാ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഊട്ട് സാധാരണ ഒരു ശരീരത്തിൻ്റെ ഊട്ട് പോലുമല്ല. തസ്നീം പൊഴിയുന്ന അവളുടെ അടുത്ത്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചിന്തിക്കും. ഇത് വേറെ മണ്ണാണ്. അങ്ങനെ അള്ളാഹു അതിനെ ആദരിച്ചു, ആ മണ്ണിനെ തന്നെ ആദരിച്ചു. അതുകൊണ്ട് ആദരിക്കൽ നമ്മുടെയൊക്കെ കടമയാണ്, എല്ലാവർക്കും കടമയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് അപ്പോൾ നമ്മൾക്ക് കൽബിൻ്റെ വാതിൽ തുറക്കും. ഇതിലെല്ലാം നമ്മൾ സംശയം ഉണ്ടാക്കി നടന്നാലോ? സംശയം ഉണ്ടാക്കി നടന്നാൽ എന്നാ തീരെ സംശയം. സംശയത്തിൻ്റെ പിതാവ് ഇബ്ലീസാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സംശയം ഉണ്ടാക്കുന്നവൻ്റെ പേര് വസ്വാസ് എന്നാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അതിൻ്റെ പിന്നാലെ ഒന്നും ഓടരുത്, അവരൊക്കെ നശിച്ചു. അത് തിരിയും ചില ആളുകൾക്ക്. ബാബാ മൂടുകീന്ന് കുത്തുബായി വന്നോർ വനം ആടേളിയിലും കിളി മികന്തോർ. അങ്ങനെയാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ ഖാതബല്ലാഹു അസ്സമാവാതി വൽ അർളി, ആകാശങ്ങളോടും ഭൂമിയോടും അല്ലാഹു അഭിമുഖമായി സംസാരിച്ചു. യഅതിയാതു അൻ ഔ കർഹാ ഖാലത അതൈനാ ത്വായിഈൻ. നിങ്ങൾ എനിക്ക് വഴിപ്പെട്ടോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വഴിപ്പെടുത്തുമെന്ന് അല്ലാഹു ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞപ്പോൾ ഖാലത അതൈനാ ത്വായിഈൻ. അജാബ മൗദിഉൽ ഖബ്ർ കഅബത്തി ശരീഫ, ഷറഫാക്കപ്പെട്ട കഅബയുടെ ആ ഭാഗമാണ് ആദ്യം അല്ലാഹു ഉത്തരം കൊടുത്തത്. വമിനസ് സമാഇ മാ യുഹദിഹാ വമിനസ് സമാഇ മാ യുഹദിഹാ, ആകാശത്തിൽ നിന്ന് അതിൻ്റെ നേരെ നേർപ്പാട്ടിലുള്ള ഭാഗമാണ് ആദ്യമായി ഉത്തരം കൊടുത്തത്. قال ابن عباس رضي الله عنه أصل تينة رسول من سورة الأرض بمكة. فقال بعض العلماء هذا يشعر بأن ما أجاب من الأرض إلا ذرة المصطفى محمد. റസൂലുള്ളാഹിയുടെ ശരീരമാകാൻ പോകുന്ന ആ മണ്ണാണ് ആദ്യം ഉത്തരം കൊടുത്തതെന്നാണ് ചില പണ്ഡിതന്മാരുടെ വീക്ഷണം എന്ന് ഇമാം ഖസ്തലാനി പറയുന്നു. هذا يشعر بأن ما أجاب من الأرض إلا ذرة المصطفى محمد. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ആ മാണിക്യരത്നമാകുന്ന ആ ശരീരത്തിൻ്റെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കപ്പെട്ട മണ്ണുണ്ടല്ലോ, ആ മണ്ണാണ് ആദ്യമായി അല്ലാഹു തആലക്ക് ഉത്തരം കൊടുത്തത്. അപ്പോൾ ആ മണ്ണിൽ എന്തൊക്കെ പെട്ടു? അവിടുത്തെ ഖബർ ഷരീഫിൻ്റെ മണ്ണ് മാത്രമല്ല, പരിശുദ്ധ കഅബാലയത്തിൻ്റെ അടിത്തറയിൽ നിന്നും ഹബീബായ നബി എടുത്തിട്ടുണ്ട്. ആ മണ്ണാണ് ആദ്യമായി അല്ലാഹു തആലക്ക് ഉത്തരം കൊടുത്തത്. قالتا أتينا طائعين. ومن موضع الكعبة ضحية الأرض فصار رسول الله هو الأصل في التكوين. ഈ കഅബയുടെ മണ്ണിൻ്റെ ഭാഗത്തു നിന്നാണ് പിന്നെ ഉരുട്ടിപ്പരത്തിയത് ഭൂമിയെ. ആ മണ്ണിൽ നിന്നാണ് റസൂലുള്ളാഹിക്കും മണ്ണെടുത്തത്. ആ ഭാഗമാണ് ആദ്യമായി അല്ലാഹു ഉത്തരം കൊടുത്തത്. അപ്പോൾ ഈ ഭൂമിയുടെ അടിത്തറയും ആരെന്നെയാണ്? റസൂൽ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി. എല്ലാത്തിനും അടിത്തറ റസൂലാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രപഞ്ചത്തിന്റെയും ബാപ്പയാണ്, എല്ലാ പ്രപഞ്ചത്തിന്റെയും ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. ബുലിതു ബിഹുബ്ബിൽ മുസ്തഫൽ ഖത്മി അഹ്മദ അബിൽ കൗനി വൽ അഖ്ലാഖ് ഫർഅൻ വ മഹ്തിദാ. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വാതിൽ തുറക്കാൻ നിയത്ത് ചെയ്താൽ അള്ളാഹു വാതിൽ തുറന്നു തരും. അപ്പം നമ്മൾ അങ്ങനെ കയറി പോകും. അപ്പോൾ നമ്മൾ മുഹമ്മദിയത്തിലേക്ക് എത്തും. മുഹമ്മദിയത്തിലെത്തി തുടങ്ങിയാൽ നമ്മൾ മൂമിനാവും.
അതിൽ ശക്കുണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടെങ്കിലും നമ്മൾ കഫറാവും. അതാണ് പ്രശ്നം. അതിൽ ശക്ക് വന്നാൽ കഫറാവും. നിസ്കാരം ഉണ്ടാവും പക്ഷെ ആള് കഫറായിരിക്കും. എന്തുകൊണ്ട്? അവന് ശക്ക് വന്നു എന്തിൽ? മുഹമ്മദിയത്തിൽ. മുഹമ്മദിയത്താണ് എന്ത്? ഈമാന്റെ കെട്ടിടത്തിലെ ആദ്യത്തെ ഇഷ്ടിക എന്താണ്? യഖീനും ബിഹുബ്ബിൽ മുസ്തഫ. മുസ്തഫ നബിയോടുള്ള മഹബത്തോടുള്ള യഖീനാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം എന്ന്. അതൊരു വളരെ ആ മണ്ണിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ആ മണ്ണിൽ നിന്നാണ് എന്തുണ്ടായത്? ആ മണ്ണിൽ നിന്നാണ് ഫാത്തിമ ബീവി ഉണ്ടായത്. അതുകൊണ്ട് ഫാത്തിമ ബീവി ഒരു സാധാരണ സ്ത്രീയല്ല. മനസ്സിലായില്ലേ? ഫാത്തിമ ബീവി ഒരു സാധാരണ സ്ത്രീയല്ല. ഫാത്തിമ ബീവിയുടെ ഗർഭപാത്രം എന്നാൽ ഖദീജ ബീവിയുടെ ഗർഭപാത്രമാണ്. അത് സാധാരണ ഗർഭപാത്രവുമല്ല. മനസ്സിലായില്ലേ? ചിന്തിക്കി. ഖദീജ ബീവി വിവാഹരാത്രി അള്ളാഹുവിന്റെ ഹബീബിന് സമ്മാനം കൊടുത്ത സമ്മാനമാണ് സെയ്ദ്. ഫാത്തിമ ബീവി പ്രസവിച്ച ഗർഭപാത്രമാണ് ആരുടേത്? ഖദീജ ബീവിയുടേത്. ഖദീജ ബീവി വിവാഹരാത്രി റസൂലുള്ളാഹി കൊടുത്ത സമ്മാനമാണ് സെയ്ദ്. ഈ ഒരു സെയ്ദിന്റെ പേര് മാത്രമാണ് ഖുർആൻ പറഞ്ഞത്. ഖദീജ ബീവിയുടെ സമ്മാനമാണ്. ആർക്കുള്ള? റസൂലുള്ളാഹിക്കുള്ള. അപ്പൊ സെയ്ദ് സാധാരണ ആളല്ല. കാരണം അത് ഖദീജ ബീവിയുടെ സമ്മാനമാണ്. ഖദീജ ബീവി സാധാരണ ആളല്ല. കൈയോണ്ട് പിടിച്ചു കൊടുത്തതിന് ഇത്ര ഷറഫുണ്ടെങ്കിൽ വയറ്റ് കൊണ്ടുവന്ന് കെട്ടിയിട്ട് തൻ്റെ അണ്ടത്തിൽ നിന്ന് കൊടുത്ത് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പരിശുദ്ധമായ നുത്ഫത്തുൻ നൂറാനിയത്ത് സ്വീകരിച്ച് അതിലുണ്ടായ ഫാത്തിമ ബീവി ആരായിരിക്കും? അവരെ നമ്മൾ സ്നേഹിച്ചാൽ ജനങ്ങളെ നമ്മൾ ഷിയാന്ന് പറയും. ആയിക്കോട്ടെ എന്താ ഷിയാന്ന് പറഞ്ഞോ കോയാന്ന് പറഞ്ഞോ എന്തും പറഞ്ഞോ നമുക്ക് വിഷയമില്ല. ഷിയാന്ന് പറഞ്ഞോ കോയാന്ന് പറഞ്ഞോ കോയാന്ന് പറഞ്ഞോ അങ്ങനെയൊക്കെ പറയും. ഒന്നും പ്രശ്നം. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനെ ഇഷ്ടമുള്ളവർക്ക് റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ഇഷ്ടമുണ്ടാവും. അവരൊക്കെ കുറ്റം നോക്കാൻ നടക്കും ചെയ്യരുത്. എന്നാൽ അവർക്ക് കുറ്റം ഉണ്ടാവും. കാരണം അവർ മനസ്സുമീങ്ങളല്ല. അവരെ സോഷ്യൽ മീഡിയയിൽ അലക്കരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ പരമാവധി ക്ഷമിക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ അവരിൽ നിന്നൊക്കെ വരുന്ന അവരിൽപ്പെട്ട ചില ആളുകളിൽ നിന്ന് വരുന്ന തിന്മകൾ അല്ലെങ്കിൽ സമൂഹം പിഴക്കാനുള്ള മാധ്യമമായ ചില കാര്യങ്ങൾ അഹ്ലു ബൈത്തിൽ നിന്ന് വളരെ വളരെ അധികരിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ കാലത്തിലാണ് ഇന്ന് മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യം ഇന്ന് വരാൻ പാടില്ല. പക്ഷെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ മിണ്ടാതെ? റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, മിണ്ടാൻ പാടില്ല. ഒരേ കുടുംബം പറയാണ്. അതും അവരെ ബഹുമാനിച്ചുകൊണ്ട് അതും അവർ മനസ്സിലാക്കണം. അതവരെ വല്യപ്പാൻ്റെ മാത്രമാണ്. അവരെ മാത്രമല്ല, അവരെ വല്യപ്പാൻ്റെ മാത്രമാണ്. അതൊക്കെ വളരെ ചിന്തിക്കണം. വളരെ അതൊക്കെ കാണുമ്പോൾ മുഅ്മിനീങ്ങൾക്കുള്ള പ്രയാസം വളരെ വലുതാണ്. അവർ വഹാബികളുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ പാടില്ല. വഹാബികൾ ആരാണ്? അവർ അഹ്ലു ബൈത്തിനെ വെട്ടിക്കൊന്ന് നേതാക്കന്മാരായവരാണ്. എത്ര അഹ്ലു ബൈത്തിനെയാണ് അവർ കൊന്നത് എന്നതിന് കണക്കില്ല. അവർ അഹ്ലു ബൈത്തിന് പ്രാധാന്യമില്ല എന്ന് വിശ്വസിക്കുന്നവരും പ്രസംഗിക്കുന്നവരുമാണ്. വളരെ ഇതൊന്നും അവർ ചെയ്യാൻ പാടില്ല. പിന്നെ ഇവരാരാ? അവർക്ക് സിറാത്ത് പാലത്തിൽ വിശ്വാസമില്ല, സിറാത്ത് പാലമില്ല എന്ന് പറയുന്നവരാണ് അവരിൽപ്പെട്ട ഗണ്യമായ ഭാഗം. ഖബറിൽ ശിക്ഷയില്ല, സിറാത്ത് പാലമില്ല എന്നൊക്കെയാണ് ഒരു വാദം. സുന്നി വിശ്വാസം എന്താ? അതെല്ലാം ഉണ്ട്. അതുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഒരാളും അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ, സിറാത്ത് പാലമില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ അയാളെ കൈകാര്യം ചെയ്യാൻ മുസ്ലിം കോടതിക്ക് ഏത് ശിക്ഷയും നടപ്പിലാക്കാം. കൊല്ലണമെങ്കിൽ കൊല്ലാം. ഇസ്ലാമിക കോടതിക്ക് അങ്ങനത്തെ മുസ്ലിമിനെ, ആ മുസ്ലിമിനല്ല ആര്? മനസ്സിലായില്ലേ? ചിന്തിക്കണം. സിറാത്ത് പാലം ഇല്ല എന്ന് വാദിച്ചു കഴിഞ്ഞാൽ
മനസ്സിലാവുണ്ടോ? സിറാത്ത് പാലില്ല എന്നും വിശ്വസിക്കുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അവരുടെ ബുക്ക് നമ്മളെങ്ങനെ പ്രകാശനം ചെയ്യാം? ഹബീബായ റസൂലുള്ളാഹിയുടെ കുടുംബം ഇന്നില്ല എന്നാണ് അവർ വിശ്വാസം. പിന്നെന്താ പറയാത്തത്? കാട്ടുകള്ളന്മാരായതുകൊണ്ടാണ് പറയാത്തത്. എപ്പോഴെങ്കിലും വൃത്തിയാടും, കാട്ടുകള്ളന്മാരാണ്. ഖബറിൽ ശിക്ഷയില്ല, സിറാത്ത് പാലം ഇല്ല. ഇതൊക്കെ പറയുന്നവരുടെ പുസ്തകങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ടവർ പ്രകാശനം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? അവരുടെ വലിപ്പത്തരം ഇവരുടെ വലിപ്പത്തരമല്ല, അവരുടെ വലിപ്പാടോ വലിപ്പത്തരമാണ്. എന്താ പറയാത്തത്? നമ്മളുടെ ക്ഷമയുടെ അവസാനമാണ്. പക്ഷെ അതവർ മുതലെടുക്കരുത്. വളരെ താഴ്ന്ന് പറയാണ്, വളരെ താഴ്ന്നാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. അതേ സമയത്ത് അവരെ സോഷ്യൽ മീഡിയയിൽ മോശമാക്കി ചിത്രീകരിച്ച് അവരെ പറ്റി മോശമായി, അത് തെറ്റായ കാര്യമാണ്. എന്തുകൊണ്ട്? അവർ ഹബീബ നബിയുടെ കുടുംബമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവർ മുതലെടുക്കുകയും ചെയ്യരുത്. അവർ എന്ത് പറഞ്ഞാലും ആരും മിണ്ടൂല, അവർ മനസ്സിലാക്കരുത്. പിന്നെ അവർക്ക് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കുടുംബമാണ് എന്നതുകൊണ്ട് അവർക്ക് വിവരമുണ്ട് എന്നും അവർ മനസ്സിലാക്കരുത്. വിവരമില്ലായ്മ ഏറ്റവും വലിയ ഒരു ദുർബലതയാണ്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനം വിവരമാണ്. തറവാടിത്തം പിന്നെയാണ്, അടിസ്ഥാനം വിവരമാണ്. ഹബീബ നബിയുടെ കുടുംബത്തെ സഹായിക്കലും അവരെ സ്നേഹിക്കലും നമ്മളെ കടമയാണ്. പക്ഷേ അവർക്ക് ഒരു കാര്യം സമൂഹത്തിൽ ചെയ്യണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അവർക്ക് എന്ത് വേണം? വിവരം വേണം. ഇന്ന് നമ്മുടെ നാട്ടിൽ പല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അഹ്ലു ബൈത്ത് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിവരവും ഇല്ല എന്നതാണ് അവരുടെ പ്രത്യേകത. ഒരു വിവരം അവർക്കില്ല. വിവരമുണ്ടെങ്കിൽ അവരിതൊന്നും ചെയ്യില്ല. എന്നിട്ടോ നമ്മൾ വേദനയ്ക്ക് കരിയ, ഇരുട്ടത്തിരുന്ന് കരിയ. എന്താ ഈ കാണുന്ന മുങ്കറാത്തുകൾ കാണുമ്പോൾ കരയുക. അതിനെ വ്യത്യാസപ്പെടുത്താനൊട്ട് കഴിയുകയുമില്ല. എന്നാൽ ഉലമായിന് ഇതിനെതിരെ അഭിപ്രായമുണ്ട് എന്ന് ഈ അഹ്ലു ബൈത്തിന് അറിയില്ലേ? അറിയും. പക്ഷെ അവർക്ക് നാട് കൊടുക്കുന്ന മഹത്വം കൊണ്ട് അവർ മുതലെടുക്കുന്നു. നമ്മൾക്കും നമുക്ക് ഒറ്റക്കായും വയ്യ. നമ്മൾ ബാപ്പാന്റെ ഔറത്ത് കണ്ടതുപോലെയാണ്. ചിരിക്കാനും വയ്യ, കരയാനും വയ്യ. ഇന്ന് സുന്നികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാപ്പാടെ ഔറത്ത് കണ്ടതുപോലെയാണ്. ബാപ്പാന്റെ ഔറത്ത് കണ്ടാൽ ചിരിക്കാനും വയ്യ. നാട്ടുകാരാണെങ്കിൽ ചിരിക്കാം, നമുക്ക് തെറ്റില്ലല്ലോ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനം, ഇതൊക്കെ വല്ലാത്തൊരു കരയുന്ന കാലാണ്, വല്ലാത്തൊരു വേദനയാണ്. കുഫറിലേക്ക് അടുത്ത് നിൽക്കുന്നവരാണ് ചില വഹാബികൾ. അവർ കുഫറിലേക്ക് അടുത്ത് നിൽക്കുകയാണ്. കുഫറിലേക്ക് അടുത്ത് നിൽക്കുന്നവരുമുണ്ട്. വഹാബികളുടെ കൂട്ടത്തിൽ കുഫറിലേക്ക് ഏറെ അടുത്ത് നിൽക്കുന്നവരുമുണ്ട്. അതൊന്നും നമുക്കൊരു ബാധ്യതയായ കാര്യവുമല്ല. എന്തുകൊണ്ട്? അഹ്ലു ബൈത്ത് ഭൂമിയിൽ ആദ്യമായി ഇപ്പോൾ ഉണ്ടായതല്ല, എത്രയോ കാലം കഴിഞ്ഞു. എന്നിട്ട് അവരാരും ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്തിട്ടില്ല. വളരെ ചിന്തിക്കണം, വേദനയോടെ പറയാ. റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ നമ്മുടെ കടമയാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കല്ലാതെ നിർവാഹമില്ല. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നിങ്ങൾ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മുസ്തഫ നബിയോട് പറയാൻ കൽപ്പിച്ചു. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, നിങ്ങൾ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം. ഹബീബ നബിയാണ് അത്രയും സ്ഥാനത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തിരിച്ചു വരിക, അതാണ് മുസ്തഫ. അപ്പൊ നമ്മൾ എന്തും ജനങ്ങൾ പറയും. ഷാഫി ഇമാമിനെ ജനങ്ങൾ ഷിയ എന്നാക്കിയില്ലേ? ഷാഫി ഇമാം ഷിയ എന്ന് പറയപ്പെട്ട കൂട്ടത്തിൽ ഒരാളാണ്. ആര്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആ കാലഘട്ടത്തിലെ ചില പിഴച്ചുപോയ കക്ഷികൾ പറഞ്ഞു, ഇയാൾ ഷിയയാണ്. എന്ത്? ബിമഹബ്ബത്തി അഹ്ലി ബൈത്തി നബിയിൽ മുസ്തഫ. സുൽത്താൻ കുടുംബത്തിന് അത്ര വലിയ സ്നേഹമാണ് ഷാഫി ഇമാമിന്. അവരെ ദർജയിച്ച് കൊടുക്കട്ടെ. അവരുടെ പ്രാധാന്യം വളരെ പ്രാധാന്യം തന്നെയാണ്. അവരുടെ പ്രാധാന്യത്തിനൊപ്പം ഒന്നുമില്ല. ആ കുടുംബത്തിൻ്റെ വില ചെറിയതൊന്നുമല്ല, വലിയ വിലയാണ്. ദയവായി സുന്നികളെ അഹ്ലു ബൈത്ത് പരിഗണിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്.
സുന്നികളെ വേദനിപ്പിച്ച് ബഹുമാനപ്പെട്ട അഹ്ലുബൈത്തൊന്നും ചെയ്യരുത്. കാരണം അഹ്ലുബൈത്തിന് സുന്നികളെ ഉണ്ടാവും, സുന്നികൾക്ക് അഹ്ലുബൈത്ത് ഉണ്ടാവും. പരസ്പര പൂരകമാണ്. സുന്നികൾക്ക് ഏത് കാലത്തും അഹ്ലുബൈത്തിനില്ലാതെ എവിടെ നമ്മളെ വേണ്ടിയിടും? അവർക്കോ സുന്നികളെ ഉണ്ടാവുള്ളൂ. കാരണം അവരുടെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു ജനത ലോകത്തുണ്ടെങ്കിൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രം, വേറെ ഒരാളും ഇല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അവർ മൊത്തേക്ക് നോക്കി നമുക്ക് സന്തോഷമാണ്. മുസ്തഫാ നബിന്റെ പേരക്കുട്ടികളല്ലേ, സന്തോഷമാണ്. ചിന്തിക്ക്. തിരിച്ചു വരിയപ്പോൾ വളരെ താഴ്മയിലാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ. അതാനി ഹവാഹു ഖബ്ല അൻ അഅരിഫൽ ഹവാ സുലിതു ബിനീറാനിഷ്ടി യാ ഖയ്യ അഹ്മദാ. അതാനി എനിക്കെത്തിയ ഹവാഹു നബിയോടുള്ള പ്രേമം, ഖബ്ല അൻ അഅരിഫൽ ഹവാ പ്രേമം എന്താണെന്ന് ഞാൻ നിനക്കുന്നതിന് മുമ്പേ, ഞാൻ അറിയുന്നതിന് മുമ്പേ. അപ്പോൾ ഞാൻ പ്രേമം പഠിച്ചത് നബിയെ പ്രേമിച്ച അങ്ങനെ പഠിച്ചു. ചില കാര്യങ്ങളുണ്ടല്ലോ, ചിലതിലൂടെ നമ്മൾ പഠിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ബാപ്പാൻ്റെ എന്നെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ബാപ്പ ഇങ്ങനെ വിളിക്കും ചെറിയ കുട്ടിയെ. അപ്പോൾ കുട്ടി കമഴ്ന്നും നടന്നും ഒറ്റടി വെച്ച് ഓടി നടന്നു വാ മോനെ എന്ന് പറയുമ്പോൾ ബാപ്പാനോടുള്ള പ്രേമം കൊണ്ട് കുട്ടി ഒരടി രണ്ടടി വീണ്. അപ്പോൾ കുട്ടി നടക്കാൻ പഠിച്ചു. ആരോടുള്ള പ്രേമം കൊണ്ട്? ബാപ്പാനുള്ള പ്രേമം കൊണ്ട്. അങ്ങനെയാണ് കുട്ടി നടക്കാൻ പഠിച്ചത്. എന്നതുപോലെയാണ് ഞാൻ പ്രേമം പഠിച്ചത് നബിയെ പ്രേമിച്ചുകൊണ്ട്. എനിക്ക് അതിന് മുമ്പ് പ്രേമം എന്താണെന്നറിയില്ല. നബിയോടുള്ള പ്രേമം എനിക്കെത്തി. ഖബ്ല അൻ അഅരിഫൽ ഹവാ പ്രേമം എന്താണെന്ന് ഞാൻ അറിയുന്നതിന് മുമ്പേ. അതായത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് കവിക്ക് മനസ്സിലായത് എനിക്ക് നബിയെ വലിയ ഇഷ്ടമാണ്. ആദ്യം തിരിയില്ല, മനസ്സിലായില്ല. അങ്ങനെയാണ്, എന്തോ ഒന്നുണ്ട് പക്ഷെ അത് തിരിയണില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ അവസ്ഥ. മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായി ഇത് പ്രേമാണ്. പക്ഷെ അതിന് മുമ്പേ എനിക്ക് പ്രേമം തുടങ്ങിയിട്ടുണ്ട്. ആരോട്? നബിയോട്. അള്ളാഹു നമുക്കും തരട്ടെ, അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹിന്റെ ഹബീബിനോട് അതിരറ്റ സ്നേഹമുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അള്ളാഹിന്റെ ഹബീബിനോട് അതിരറ്റ സ്നേഹമുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. പിന്നെ സുലിതു ബിനീറാനിഷ്ടി യാ ഖയ്യ അഹ്മദാ. സുലിതു എന്നെ ഉരുക്കപ്പെട്ടു. ബിനീറാനിഷ്ടി യാ ഖയ്യ അഹ്മദാ. ബിനീറാനിഷ്ടി യാ ഖയ്യ എന്റെ പ്രേമമൻ അഗ്നി കൊണ്ട്. ആരോടുള്ള? അഹ്മദാ, അഹ്മദ് മുസ്തഫയോടുള്ള. അഹ്മദ് മുസ്തഫയോടുള്ള പ്രേമം കൊണ്ട് എന്നെ ഉരുക്കപ്പെട്ടു. എനിക്ക് നബി എന്ന ഞാനിങ്ങനെ ഉരുകും. ഇത്ര ഇഷ്ടം റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഖ്തു ബിഹി വന്നാസു ഫീ സീനത്തിൽ കറാ തമത്തഅതു മിൻഹു ദഹ്റ ഇദ് കുൻതു മുഫ്രദാ. അലിഖ്തു ഞാൻ നബിയോട് ഒട്ടിബിഹി ഞാൻ നബിയോട് ഒട്ടിപ്പിടിച്ചു നിന്നു. അലക്ക് അലക്ക് അലി അലിഖത്തു ഇതിൽ നിന്നാണ് അലക്ക് ഉണ്ടായത്. അലക്ക് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് അട്ട, അതായത് ഇങ്ങനെ അട്ട പറ്റിയതുപോലെ അലക്ക് ഗർഭപാത്രത്തിലൊട്ടു. അതിൽ നിന്നാണ് പിന്നെ ഇങ്ങനെ മാറി 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 വന്ന് ഭ്രൂണം വളർന്ന് കുഞ്ഞാകണത്. ആദ്യം എന്താണ്? ഒരു ചെറിയ കറ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. എവിടെ? ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ. അപ്പോൾ അതിനെ അലക്ക് എന്ന് പറയും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അതിൽ നിന്നുണ്ടായൊരു പദമാണ് അലിഖ്തു. ഞാൻ ഒട്ടിപ്പിടിച്ചു ബിഹി നബിയോട്, ബന്ധിച്ചു നിന്നു. അങ്ങനെയൊക്കെ അർത്ഥം പറയും. ഞാൻ നബിയോട് ഒട്ടിപ്പിടിച്ചിട്ട് നിന്നു. അവനങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു. ജനങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക തരം ഉറക്കിന്റെ അശ്രദ്ധയിലായിരിക്കവേ, ജനങ്ങൾ ഉറങ്ങുന്ന കാലത്ത് ഞാൻ നബിയോട് ഒട്ടിയ ആളാണ്. ലോകം മുഴുവൻ ഒന്ന് ഉറങ്ങിയിരുന്നു, അന്നും ഞാൻ നബിയോട് ഒട്ടുക. സാഹിബുൽ ഫൈളാണ് 20-ാം നൂറ്റാണ്ടിൽ. അതിനേക്കാൾ വലിയ ഒരാളുള്ളതായി ലോകത്തിനറിയില്ല. അതാണ് ഈ പറഞ്ഞ അവരാണിത്. നമുക്ക് പറയുമ്പോൾ ഒരു ഫഖറാണ്, അവർക്ക് ഫഖറില്ലല്ലോ. അതൊക്കെ അവർക്ക് പറയാൻ കൽപ്പന ഉണ്ടാവും, അതോടെ പറയുന്നത്.
നിലനെ കൊടുപ്പാനും നിലനെ കളവായാനും നായൻ ആവർക്കാനും വാദം കൊടുത്തോവറ്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ ആ മനിൽ ആടെന്നോവറ്. എന്നോട് ചൊല്ലി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചൊല്ലിയിട്ടുള്ളൂ. ഇതൊരു പ്രത്യേകിച്ച് ഒരു പൗറ് പറയാൻ തോന്നൂലേ, പക്ഷെ അത് അവർക്ക് പറയേണ്ടി വരും. നമ്മക്കത് പൗറ് പറയും പോലെ തോന്നും, അത് പൗറല്ലല്ലോ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവർക്കത് പൗറല്ല. നമുക്ക് തോന്നുന്നു എന്ത് എന്താ പറയണത്. ഞാൻ നബിയോട് ഒട്ടിപ്പിടിച്ച് നിന്നു. വന്നാസു ജനത മുഴുവനും ഫീ സിനത്തിൽ കറാം, ഒരു തരം തൂങ്ങി ഉറക്കിൻ്റെ ആ ശ്രദ്ധയിലാണ്. അതൊന്നും നമുക്ക് അങ്ങനെ തന്നെ മനുഷ്യന്മാരൊക്കെ ഉറങ്ങുക. ഇപ്പോഴും ഇതമാത്തു എന്ത് ബഹു, മരിച്ചാലേ ഉണരൂ. ജനങ്ങളൊക്കെ ഉറങ്ങാണ്, ജനങ്ങളൊക്കെ ഉറങ്ങുക. ആരും ഉറങ്ങട്ടെ, എല്ലാവരും ഉറങ്ങും. സ്റ്റേജിലുള്ളവർ സ്റ്റേജിൽ കിടന്നുറങ്ങും, പുറത്തുള്ള പുറത്തിറങ്ങും. ആർക്കെങ്കിലും നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങളെല്ലാം പറയുവാൻ ഭ്രാന്താണ്. അവൻ ഉറക്കമുണർന്നാൽ പറയും ഓന് ഭ്രാന്താണ്. ഉറക്കം കൂടിയാൽ കുഴപ്പമില്ല, അങ്ങനെ ആരും ഉറങ്ങാത്ത. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊക്കെ ഉണർന്നു വന്നാൽ നിങ്ങളൊക്കെ ഉറങ്ങനെയാണ്? ആര് ഒക്കെ ഉറങ്ങുക, ഞാനും നിങ്ങളും ഒക്കെ ഉറങ്ങുക. സക്കറാത്തിലാണ് ഉണരും. അപ്പം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഒഫലത്ത് തന്നെ ആ ശ്രദ്ധ. ഒരു മനുഷ്യനെ ശ്രദ്ധ പോകുമ്പോഴാണല്ലോ ഉറക്കുണ്ടാകുക. കണ്ണടഞ്ഞാൽ ഉറക്കുണ്ടാവില്ല, ചെവി അടഞ്ഞാലേ ഉറക്കുണ്ടാവുള്ളൂ. ഞാൻ അവരുടെ ചെവിയിലടിച്ചു. ചെവി കടിയിട്ട് പറഞ്ഞു. കണ്ണു പൂട്ടിയവരുണ്ടാവില്ല, കള്ളനായിരിക്കും. മീൻ ബാപ്പി പറഞ്ഞ വർത്താനം മുഴുവനും നാട്ടപ്പാതിരക്കി മകൻ കേൾക്കും, അതിന് മകള് കേൾക്കും. പലതും പറഞ്ഞിട്ടുണ്ട്, ഒക്കെ കേൾക്കും. ഓരോ കണ്ണുകൂട്ടി കിടക്കാം, ഒമ്പൂലൊക്കെ കള്ളനാണ്. മനസ്സിലായില്ലേ? ചിന്ത ബിച്ചന്ദ് രാമൻ അവനെ സ്കൂളിലാക്കണ കാര്യം, ടീച്ചറോട് പറയുന്ന കാര്യം, അവന് ഈ പരീക്ഷ ജയിക്കണമെങ്കിൽ നമുക്ക് ഒരു വാച്ച് വാങ്ങി കൊടുക്കണം എന്നുള്ള കാര്യം ഇല്ല. അവനോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ കേട്ടിട്ടുണ്ടാവും. പരീക്ഷ എഴുതിയിട്ട് പിറ്റേന്ന് നേരെ വരിക, വാച്ച് അവിടെ നിന്ന് ചോദിച്ചോണ്ട എന്ത് വാച്ച്? ഞങ്ങളല്ലേ 2 ആഴ്ച മുമ്പ് രാത്രി അങ്ങനെ പറഞ്ഞു നമുക്ക് വാച്ച് വാങ്ങി കൊടുക്കണം. അപ്പോൾ കണ്ണൊക്കെ പൂട്ടി കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നാളെ സ്കൂളിൽ പോയതിന് ശേഷം നമുക്ക് മൂത്താപ്പനോടക്ക് ഒന്ന് പോയി വരാകുമ്പോൾ തിരിച്ചെത്തും ചെയ്യാം. അന്നോ സ്കൂളിൽ പോകില്ല. അതെ, പോണില്ല. എന്താ പോകത്ത്? ഞാനൊന്നും പോകില്ല. എന്ത്? എനിക്കും ഞാനും വരുന്നത്, നമ്മളെയും പഠിച്ചല്ലേ, എനിക്കും വരുന്നതല്ലേ. എന്ത് വരുന്നത്? അല്ല നിങ്ങൾ പോകാൻ നിൽക്കല്ലേ. അപ്പോഴോ കണ്ണടച്ചത് കൊണ്ട് ഉറക്കണ്ടാവില്ല, ചെവി അടഞ്ഞാൽ ഉറക്കം. ഒരാൾക്ക് ഒന്നും കേൾക്കണില്ല, അപ്പോൾ എന്ത് ചെയ്തു? ഉറങ്ങി. പിന്നെ ഒരവസ്ഥ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒന്നും തിരിയുന്നില്ല. ഇതാണ് അശ്രദ്ധ, ഇതാണ് തൂങ്ങിയ ഉറക്കം. എന്തോ ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതന്നെ ലോകത്തെ മൊത്തപ്പ ജനങ്ങൾക്കും. വയലിനാണ് പറയണൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്, വയലിൽ പറഞ്ഞാൾ ഉറങ്ങി തന്നെയാണ്, ഒക്കെ ഉറങ്ങാണ്, എല്ലാവരും ഉറങ്ങാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടവരാണ് ഉണരും. അവരെ ജനങ്ങൾ ഭ്രാന്തൻ എന്നാണ് പറയും. ആർക്ക് ഉറക്കം തീർന്നോ ഓൻ ഭ്രാന്തനാണ്. ഇതിലെന്താ കൂടുതൽ വർത്തമാനം? ജനങ്ങളൊക്കെ ഉറങ്ങാണ്. ഇത് അമ്മാത്തു എന്ത ബഹു, അവർ മരിക്കുമ്പോഴേ ഉണരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതുവരെ ഉറങ്ങന്നെ. നബിയോട് ഞാൻ ഒട്ടിപ്പിടിച്ചു നിന്നു, ബന്ധപ്പെട്ടു.
വന്നാസു ജനങ്ങളാകട്ടെ എല്ലാം ഫീസിനത്തിൽ കറാ ഉറക്കിന്റെ അശ്രദ്ധയിലാകവേ. എല്ലാവരും ഉറങ്ങുമ്പോഴും ഞാൻ നബിയോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ബാബാ മുതകുന്ന കുത്തുബായി വന്ന പിന്നെ എങ്ങനെ ഉറങ്ങുക? ഇന്നലഹു ഖൽബൻ നിദാനമത്തിൽ ഐനാനി ലം യനമി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖൽബ് എന്ന് പറഞ്ഞാൽ കണ്ണുറങ്ങിയാലും ഉറങ്ങാത്ത ഖൽബ. അതിന്റെ ഫോട്ടോസ്റ്റാറ്റുകൾ ലോകത്തൊക്കെ ഉണ്ടാവും. ഉറങ്ങൂല, ഉറങ്ങാൻ കഴിയില്ല. അവർക്ക് മനസ്സിലായത് ലോകത്തിന് മനസ്സിലാവില്ല. വലിയവർക്കും വലിയവരുടെ കൂട്ടത്തിലുണ്ടാവും, വലിയവരിലും വലിയവരുണ്ടാവും. മരിക്കുന്ന 6 മാസത്തോളം അവസാനത്തെ 6 മാസവും അലി ബിൻ അബി ത്വാലിബ് ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ചിരിക്കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് മനസ്സിലായതല്ല അവർക്ക് മനസ്സിലായത്, അവർക്ക് മനസ്സിലായതല്ല ജനങ്ങൾക്ക് മനസ്സിലായത്. മനസ്സിലായില്ലേ? ജനങ്ങൾ യാഥാർത്ഥ്യം വേറെ മനസ്സിലാക്കുക, ജനങ്ങൾ മനസ്സിലാക്കുന്നത് വേറൊന്ന്. മനസ്സിലായില്ലേ? പറഞ്ഞ സിനിമ കാണുന്ന മനുഷ്യന്മാർക്കായിരിക്കും, സീരിയൽ കാണുന്നവർക്കായിരിക്കും. അതേസമയത്ത് മുസ്തഫ നബിയെ ഓർത്ത് കാര്യമില്ല. ഇത് രണ്ടും ഇല്ലേ? ഇത് രണ്ടും ഉണ്ടോ ഇല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ ഓർത്ത് കാര്യമില്ല. അത് യഥാർത്ഥാണ് റസൂലുള്ള. അതിന് നമുക്ക് ഉണരണം. സിനിമ ഉണരേണ്ട ആവശ്യമില്ല. സീരിയൽ കാണും കാര്യം, സീരിയൽ കാണും, സീരിയൽ കാണും കാര്യം, സീരിയൽ കാണും കാര്യം, സീരിയൽ കാണും കാര്യം, സീരിയൽ കാണും കാര്യം. എന്തുകൊണ്ട്? ഉറങ്ങാണ്. ഉറങ്ങണവർ കാണുന്ന സ്വപ്നമാണ് സീരിയൽ. സിനിമയും സീരിയലൊക്കെ ഉറങ്ങണവർക്കുള്ള സ്വപ്നമാണ്. അപ്പം എന്ത് ചെയ്യും? അതിലവർ കാര്യം. അതേ സമയത്ത് وأثبت الوجد خطي عبرة وضنا مثل البهار على خديك والعنم نعم سرى طيف من أهوى فأرقني والحب يعترض اللذات بالألم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم രണ്ട് ഭാഗത്തൂടെയും ഒഴുകി ഒഴുകി ഇവിടെ കറുത്ത പാടായി. ആരോർത്ത കഴിഞ്ഞത്? في التراب رميما صلوا عليه وسلموا تسليما ما جفت അമ്മുൻ കണ്ണുനീര് വറ്റിയില്ല. സാലമിന് ഐനൈനി അതിങ്ങനെ ലക്കിന്നഹു യജ്രി അലൽ ഖദ്ദൈനി കണ്ണിൽ നിന്നൊലിച്ച് കവിളിലൂടെ അങ്ങനെ ഒഴുകുക. എന്ത്? ഉണർന്ന വ്യക്തിയാണ്. ഉണർന്ന വ്യക്തിയെ നബിക്ക് വേണ്ടി കരിയുള്ളൂ. അത് ചില ആളുകൾക്ക് വാപ്പാടെ മുതുകുന്ന തന്നെ തിരിയും. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ വല്ലാതെ പറ്റിക്കാൻ നിന്നു കൊടുക്കൂല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ലാഹു തആല ബുദ്ധി തുറന്നു കൊടുക്കും. അതാ ആണുങ്ങളും ഉണ്ടാവും, പെണ്ണുങ്ങളും ഉണ്ടാവും. അപൂർവമായി ചില ആണുങ്ങളുണ്ട്, ചില പെണ്ണുങ്ങളുണ്ട്. അവർക്ക് പറ്റിക്കലാണ് ദുനിയാവ് എന്ന് മനസ്സിലാക്കും. പറ്റിക്കലാണ് ദുനിയാവ് എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا إن لله عبادا അള്ളാഹുവിന് ചില അടിമകളുണ്ട് ഫുതന ബുദ്ധി കൂർമ്മതയുള്ള طلقوا الدنيا അവർ ദുനിയാവിനെ തൊലയാക്കില്ല. എന്തുകൊണ്ട്? അവർക്ക് ബുദ്ധിയുണ്ട്. വേറെല്ലോ ബുദ്ധി തുറക്കൂല. അള്ളാഹ്ക്ക് ചില ബുദ്ധിയുള്ള അടിമകളുണ്ട്, അവർ ദുനിയാവിനെ തൊലയാക്കലും.
നമ്മളൊരാൾ ദുനിയാവ് നേടുമ്പോഴാണ് അവൻ ബുദ്ധിയുള്ളവനാന്ന് പറയുന്നത്. പുസ്തകം കൊണ്ട് മകളെ കെട്ടിച്ച് അടിച്ചെടുത്ത് കയറുക, മോനാരി പറ്റും, എങ്ങനെയും പൈസ വെട്ടിക്കും. എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓൻ ബ്രോക്കറേജ് കൊടുക്കാതെ രക്ഷപ്പെടണം. അപ്പൊ അമ്മശക്ക് എന്ത് പറയും? അൽഹംദുലില്ലാ, എൻ്റെ കൂട്ടിനെ ഓനെ കൊണ്ട് കെട്ടിച്ച നന്നായി. ഒരു ബ്രോക്കർ ഓനെ കൊണ്ട് അത് കഴിച്ചിട്ടാവില്ല. എന്തായാലും ഓനെ പഠിച്ച ബുദ്ധി കൊടുത്ത് ഓനെ കണ്ടുപിടിച്ചോളി. ഈ വൈക്കർത്തമ്പക്കി ഇന്നലില്ല. ഇപ്പൊ ബുദ്ധിയുള്ള കുറച്ച് ആളുകൾ അല്ലാത്തലാക്കുണ്ട്. തൊല്ലക്കു ദുനിയ, അവരോ ദുനിയാവ് പൂർണ്ണമായി തൊലാക്കിലും. എന്തുകൊണ്ട്? ബുദ്ധിയുണ്ട്. നമ്മളിപ്പോൾ ഒരാൾക്ക് ബുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കണത് എപ്പോഴാണ്? അവരെങ്ങനെയൊക്കെ ദുനിയാവ് വലിച്ചു വിട്ടുണ്ടോ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണത് അവർക്ക് ബുദ്ധിയുണ്ട്. എൻ്റെ പോക്കറ്റിലുള്ള പൈസ എൻ്റെ പോക്കറ്റിൽ എത്താൻ എനിക്ക് കഴിയോ എങ്കിൽ എന്നെപ്പറ്റി എൻ്റെ കുടുംബക്കാർ എന്ത് പറയും? മൂപ്പരടുത്ത് എന്താണെങ്കിലും ഏത് പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ മൂപ്പരത് എടുക്കും. അതിനൊക്കെയുള്ള വളവും എടുക്കാറ്. എന്നാലും അവനെ കുട്ടികൾക്ക് വേങ്ങൂല, മോനെ കൊണ്ട് കെട്ടിച്ചൊക്കെ വേങ്ങൂല. മോനാ കുട്ടിയാ ദൈവിക്കാൻ പഠിച്ചു. പല വഴിയുണ്ട്, പലതുണ്ട്. ചില കച്ചവടം ചെയ്തു പലതും 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 എന്ന് പറഞ്ഞാൽ പലതും 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 എന്തെങ്കിലും ഒരു വഴിയായിട്ട് ജനങ്ങളെ പോക്കറ്റിൽ പൈസ കയ്യിലേക്ക് എത്തിക്കും. ചിലപ്പോൾ കച്ചവടം ചെയ്യും. എന്തെങ്കിലും ഒരു വിളവ് ഫലിക്കും, ഒരു വിളവ് ചെയ്യും, എന്തെങ്കിലും ഫലിക്കും. അവരെ നമ്മൾ വലിയ ആളുകളായി പരിഗണിക്കുക. വലിയ ആളുകളാണ് അവര്, നേടാൻ പഠിച്ചവരാണ്, ജീവിക്കാൻ പഠിച്ചവരാണ്. എൻ്റെ അവർ ഫീസിനത്തിൽ കറാം, അവർ ഉറക്കിന്റെ അശ്രദ്ധയിലായതുകൊണ്ടാണ് അവരങ്ങനെ ആയത്. ബുദ്ധിയുള്ളവര് ദുനിയാവ് ഒഴിവാക്കുക. نظروا فيها فلما علموا أنها ليست لهي باطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. അപ്പൊ ഇന്ന ലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട്. ഫുത്തന, അവര് ബുദ്ധി കൂർമ്മതയുള്ളവരാണ്, ദുര്യൂർമ്മതയുള്ളവരാണെന്ന് അവരെ പറ്റി പറയാൻ കാരണം എന്താ? ദുനിയാവ് ചതിയാണ്, അതുകൊണ്ട് ലാഭം കിട്ടൂല, നഷ്ടം ഉണ്ടാവുക എന്ന് അവർക്കറിയാം. അതിനെ അവർ ഒഴിവാക്കി. വഖാഫുൽ ഫിത്തന, അതുകൊണ്ടുള്ള ഫിത്തനകളെ അവർ ഭയപ്പെടുകയും ചെയ്തു, അതുകൊണ്ട് ഒഴിവാക്കി. വളരെ ചിന്തിക്കണം. അങ്ങനെയാണ് ദുനിയാവ് ഒഴിവാക്കിയവർ പിന്നെ ദുനിയാവ് അവർ ഒഴിവാക്കിയില്ല. ദുനിയാവിനെ ഒഴിവാക്കിയവരെ ദുനിയാവ് ഒഴിവാക്കിയില്ല. ദുനിയാവിനെ ഒഴിവാക്കി. ആദ്യം ദുനിയാവ് അവരെയും ഒഴിവാക്കി. പക്ഷെ പിന്നെ അവർക്ക് ദുനിയാവിന് മനസ്സിലായി, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ്. ഇമാം ഗസാലി ഒരു പണ്ഡിതനായിരുന്നു. ജനങ്ങൾ പാരിതോഷികം കൊടുക്കുന്ന സ്ഥാനത്തായിരുന്നു. ഈ കൈ കിട്ടിയൊക്കെ ജനങ്ങൾ കൊണ്ടേ കൊടുക്കും. അത്ര വലിയ പണ്ഡിതനല്ലേ. അപ്പോൾ ഈ മനുഷ്യൻ ഒഴിവാക്കി. അപ്പോൾ ആ മനുഷ്യനെ ദുനിയാവ് ഒഴിവാക്കി. പിന്നെ ഒന്നുമില്ലാതെ ജീവിച്ചു. പിന്നെ ആ മനുഷ്യനെ ദുനിയാവ് പിന്നാലെ ഓടി. പിന്നെ ആ മനുഷ്യൻ മരിച്ചു. ഇന്ന് ലോകം മുഴുവനും ആ മനുഷ്യന്റെ പിന്നാലെ സഞ്ചരിക്കുക. മനസ്സിലായില്ലേ? അമ്പിയാക്കളൊക്കെ അങ്ങനെയാണ്. അമ്പിയാക്കള് ദുനിയാവിനെ ഒഴിവാക്കി. അപ്പൊ ദുനിയാവ് ആദ്യം അവർ ഒഴിവാക്കി. പിന്നെ ദുനിയാവ് ഓടിപ്പോയി. ഇന്ന് ദുനിയാവ് മുഴുവൻ അവരെ പിന്നാലെയാണ്. ദുനിയാവിനെ അറിയാൻ ഇവരെ ഒഴിവാക്കാൻ പറ്റൂല. അതേ സമയത്ത് വലിയ വലിയ കുലപതികളായ രാജാക്കന്മാര്, നേതാക്കന്മാര് എവിടെ? അവര് ചരിത്രത്തിൽ എവിടെ? ദുനിയാവിനെ കെട്ടിപ്പിടിച്ചാണ്. അപ്പൊ ദുനിയാവ് മനസ്സിലാക്കി വരുത്തരേ ഉള്ളൂ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് പറഞ്ഞാൽ എന്താ പറയാ,
ഒരു ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ കൂടെ നിന്നാൽ നെവർ മൈൻഡ് ചെയ്യും, അകന്നു പോയാൽ ഭയങ്കര ശ്രദ്ധിക്കും. ഒരുത്തനെ പെണ്ണ് കെട്ടി ഉളക്കാല് പിടിച്ച് ചുംബിച്ചോളെ പിന്നാലെ കൊണ്ട് നടക്കും. ഭയങ്കര എന്ത് പറഞ്ഞാലും ഉമ്മാനോട് തെറ്റാൻ പറഞ്ഞാൽ തെറ്റും, പാപ്പാനോട് തെറ്റാൻ പറഞ്ഞാൽ പാപ്പാനോട് തെറ്റും. ഓളെന്താ പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. അങ്ങനെയായി അവസാനം ഇവനെ വെള്ളം മൈൻഡാക്കി. പിന്നെ ഇവൻ പറഞ്ഞു ഒന്നും ഭയപ്പെടൂല, കാരണം ഇവന്റെ പാത്തൂക്ക് എത്ര ഉണ്ട് എന്ന് അവള് മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം ഇവൻ രാത്രി പൊരേ പോകാതെ ഓവർത്തുമിരുന്നു. പഴയ കാലത്ത് കേട്ടൊരു ഫലിതം പറയാണ് ഞാൻ, ഏത് കിതാബിലാണ് നിന്നോട് ചോദിക്കരുത്. അപ്പോൾ ചെങ്ങായി വന്നു, എന്തേച്ച് പരി പോകാത്ത പെണ്ണൊക്കെ ഇന്നൊരു പേരല്ല, ഒരു പേരില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വരി പോയിട്ട് എന്താ കാര്യം, ഓളെ ആട്ടും ചവിട്ടും കുറെ കേൾക്കണത്തിന്. അപ്പോൾ ചെങ്ങായി പറഞ്ഞു, ഇനിയിപ്പോൾ ഏതായാലും കാര്യമില്ല, ഈ തൊലാക്കിയില്ല ഞാൻ കേട്ട ഓളാണെന്താന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുക, ഓൾ നന്നാവും, പിന്നെ കടിക്കും. അങ്ങനെ ഇവൻ തൊലാക്കിയില്ലേ ഇട്ട് കഴിഞ്ഞപ്പോൾ മറ്റും പെണ്ണ അന്വേഷിച്ചു വന്നു, എനിക്ക് കെട്ടിച്ചു. ആ കെട്ടിച്ചു, കിട്ടി. മറ്റൊക്കെ നേരത്തെ തന്നെ പഠിച്ച പാടുണ്ടല്ലോ, എന്ത് ആണ് നടന്ന ഗവൺമെൻറ്റാണ് നമ്മളെ പിന്നാലെ നടക്കും എന്ന് നേരത്തെ ഇവൾ പഠിച്ചിട്ടുണ്ട്. ഇത് കണക്കാക്കി മറ്റൊന്ന് മനസ്സിലാക്കി ഇവള് ഗവൺമെൻറ് ആക്കണ കൂട്ടത്തിലാണ്. ഇവൻ നേരെ വെളുത്ത പാടത്ത് പണിക്ക് പോണ ആളാണ്. ഒരു റൗണ്ട് പണിക്ക് പോയി, പാടത്തൊക്കെ പോയി നല്ല ചുട്ട് വൃത്തിയായി നല്ല കടഞ്ഞെടുത്ത അരിയൊക്കട്ടിയും കൊണ്ട് രാവിലെ പാടത്ത് പോയി. അങ്ങനെ പാടത്ത് നിന്ന് രാവിലെ 9 മണിക്ക് കഞ്ഞി കുടിക്കലുണ്ടോ, കഞ്ഞിക്ക് വേണ്ടി വന്ന് പഴയ കാലത്ത് നാക്കാലിപ്പാലിട്ട് ഇരുത്തിയാണ്ട് കഞ്ഞിക്ക് ഇരിക്കുക. അപ്പോൾ മൂലൊക്കെ നാക്കാലിപ്പാലെടുത്ത് ഇരുന്ന് കഞ്ഞി അവിടെ വെച്ചു, കഞ്ഞിയായിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ ദേഷ്യം, അതിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ കഞ്ഞി ഇങ്ങനെ ചൂടാക്കി കഞ്ഞിയും മീൻ ചുട്ടതും കൊണ്ടുവന്ന് ഇവിടെ മുന്നിൽ വെക്കണോട് കൂടെ പൂച്ച ചാടിയപ്പോഴത്തേന് ഒരു അറ്റ വിട്ടുകൊടുത്തു. അങ്ങനെ കൊളപ്പിളക്കി നിൽക്കുക. പൂച്ച 2 കഷ്ണമായി അങ്ങോട്ട് വലിച്ചിട്ട് കഞ്ഞി കുടിച്ച് അങ്ങോട്ട് പോയി. പഠിച്ച് പിന്നെ എന്ത് പറഞ്ഞാലും പറയുമ്പോൾ പറഞ്ഞു. മനസ്സിലായി? ഓക്കെ, സ്വന്തം പൊരേ പോയാൽ പോലും ഇരിപ്പുറപ്പില്ല. എന്തുകൊണ്ട്? രാജാതി ചൂടനാണ്. അങ്ങനെ എന്ത് ചെയ്ത് വളരെ നന്നായി. അപ്പൊ ഇവൻ ഓവാലത്തിന് ഇരിക്കണേ ചങ്ങായിനോട് പോയി പറഞ്ഞ്, ഇപ്പോൾ നന്നായിക്കണേ, ഞാൻ തൊലാക്കില്ല, ഇജനെ കെട്ടിക്കും, പെണ്ണിൻ്റെ ആവശ്യമില്ല. അങ്ങനെ തൊലാക്കില്ലേ. ഇത് കഴിഞ്ഞ് ആദ്യത്തെ അന്വേഷിച്ചു, എനിക്ക് എന്നെ കെട്ടിച്ചേരുമോ? ഒക്കെ കെട്ടിയപ്പം ഇവൻ മറ്റനോട് ചോദിച്ച് പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഇജോൾ നന്നാകാൻ എന്താ കെട്ടി. 1-ാം ദിവസം അരിയാക്കറ്റ് നന്നായിട്ടാണ്, ഞാൻ അരിയാക്കറ്റ് നന്നായി കൊണ്ടുവന്ന് അത് കാട്ടഞ്ഞ കൊണ്ടുവന്നാൾ വെച്ച് ആദ്യം പൂച്ചയാണ് ചാടി. ഞാൻ 2 വെട്ട് കൊടുത്ത് അതിന് 2 വലിച്ച റൂട്ട് മുറ്റത്ത് കണ്ടിട്ട് കഞ്ഞി കുടിച്ച് ഞാനോട് പോകുന്നു. ഇവൻ നേരെ പോലത്തെ പണിക്ക് പോകാനാ. അന്നോ അരിവാക്കത്തിയൊക്കെ ചുട്ട് ക്ലിയറാക്കി വന്ന് പണിക്ക് പോയി. കാരണം പൂച്ചനെ വെട്ടണല്ലോ. ഇവൻ വന്ന് 9 മണിക്ക് വന്ന് കഞ്ഞിക്കണി ഇരിക്കാണ്, എല്ലാ ഒളവുകളേറ്റൊക്കെ ഇരിക്കണത്. തരുന്നുണ്ട് ആര്? പൂച്ചനെ. പൂച്ച വന്നാ വെട്ടും. പൂച്ച ചാടിയപ്പത്തിന് വെട്ടാൻ ഒരുങ്ങി. ഇപ്പോൾ പറഞ്ഞു, ഇത് ആദ്യം വെട്ടണ്ടാണ്, ഇനി വെട്ടില്ല. മനസ്സിലായില്ല? നിങ്ങൾ പണ്ട് വെട്ടം പറഞ്ഞ മനസ്സിലായോ? ദുനിയാവിനെ നമ്മക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ദുനിയാവിന് തിരിയും. ദുനിയാവിന് നമ്മളെ തിരിഞ്ഞു കഴിഞ്ഞാൽ അരക്കൈകൾ കൊടുക്കൂല, തലയെ കെട്ടിന് കനം കൂടുന്നല്ലാതെ ബന്റെ പേന ദുനിയാവിൻ്റെ അടുത്ത് കൂടൂല. മനസ്സിലോണ്ട് ഇത്രയും അർത്ഥമുള്ളൂ, കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ദുനിയാവിന് നിനക്ക് ദുനിയാവിനെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ദുനിയാവിന് നിന്നെ തിരിയും. ദുനിയാവിന് നിന്നെ തിരിഞ്ഞാൽ കഴിഞ്ഞു. മനസ്സിലായില്ലേ? അശ്രദ്ധയുടെ ഉറക്കിലുള്ള ജനത്തിനൊന്നും ദുനിയാവിനെ തിരിയില്ല. അപ്പോൾ ഇവനൊരു ഉറക്കുവാണ് എന്ന് ആർക്ക് തിരിയും?
ദുനിയാവിന് തിരിയും. കഴിഞ്ഞ് ഇനി പൂച്ചനെ വെട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഹബീബായ നബിയോട് ഒട്ടി നടന്നോനാണ് എന്ന് ഉറക്കിന്റെ അശ്രദ്ധയിൽ കോടാനക്കോടി ജനങ്ങൾ കൂടിയ കാലത്തും ഞാൻ അതിന്റെ ഉൾപ്പെട്ടിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ ആര് മാത്രമേ ഉള്ളൂ? പുണ്യ റസൂൽ മുസ്തഫ. അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയും. നേരം പോയി. അള്ളാഹു നല്ലത് പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല അവന്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങൾ നമ്മൾ ചേർത്ത് തരട്ടെ. അള്ളാഹു തആല അവന്റെ മുഅ്മിനീങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് തരട്ടെ.